വയനാട് ചൂരൽമല ദുരന്തത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരനെയും നഷ്ടപ്പെട്ട 10 വയസ്സുകാരി അവന്തികയ്ക്കും വീടൊരുങ്ങുന്നു. വയനാട് ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടത്തിൽ അവന്തികയ്ക്കും വീട് കൈമാറുന്നുണ്ട്. മുത്തച്ഛന്റെ കൈപിടിച്ച് തനിക്ക് അനുവദിച്ച സുന്ദര ഭവനത്തിന്റെ അവസാനവട്ട നിർമ്മാണ പ്രവർത്തികൾ കാണാൻ അവന്തിക എത്തി. ഒരിക്കലും മറക്കാനാവില്ലെന്ന മുത്തശ്ശൻ. കണ്ണുമൂടിയമാണ് ഇരുടാണ്, കോടയും മയം പെയ്തിട്ട്. രാവിലെയാണ് ഇങ്ങനെ മകൻ ഇങ്ങനെ സംഭവിച്ചതിന് രാത്രി ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. രാവിലെയാണ് തീർച്ചറിയുക. കുട്ടീനെ രാത്രി ആരെ എടുത്ത് റോട്ടിലിട്ടതാണ്. അത് ഞങ്ങളെ കൈക്ക് പിറ്റേ ദിവസം കിട്ടിയത്. പിന്നെ കുട്ടീനെ പോയി കണ്ടത് വൈകുന്നേരത്താണ് ആശുപത്രി പോയി കണ്ടത്. അപ്പോഴാണ് ഞങ്ങളെ കുട്ടീനെ ഞങ്ങൾക്ക് മനസ്സിലായി. കുട്ടീൻ്റെ കാലൊക്കെ ഒടിഞ്ഞിരുന്നു. മിനിസ് ആശുപത്രിയിലാണ് കമ്പിയൊക്കെ ഇട്ട് കുട്ടി ആശുപത്രിയിൽ നിന്ന് ഒക്കെ കയറുമുണ്ടാണ് നോക്കിയത്. നിലവിൽ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം കളമ്പക്കാട് പളറിക്കുന്നിലെ വാടക വീട്ടിലാണ് അവന്തിക താമസിക്കുന്നത്. ഇനി പുതിയ വീട്ടിലേക്ക് മാറാമെന്ന സന്തോഷമുണ്ട്. നിർമ്മാണ പ്രവർത്തികളെല്ലാം ഏറെ കൗതുകത്തോടെയാണ് അവന്തിക നോക്കിക്കണ്ടത്. മുറികളെല്ലാം അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വീടൊക്കെ കണ്ടു വളരെ ഇഷ്ടമായി. കൂട്ടുകാരൊക്കെ കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല, പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കും. അവന്തിക തന്നെയാണ് നറുക്കെടുപ്പിൽ തനിക്കായി ഒരുങ്ങുന്ന വീട് തെരഞ്ഞെടുത്തത്. അച്ഛനും അമ്മയും സഹോദരനും നഷ്ടപ്പെട്ട തീരാവേദനയിൽ അവന്തികയ്ക്ക് തണലായി മുത്തശ്ശനും മുത്തശ്ശിയും ബന്ധുക്കളുമുണ്ട്. സർക്കാർ നൽകുന്ന പുതിയ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും ഓർമ്മകളുമായി അവന്തിക പുതിയ ജീവിതം നയിക്കും. വലിയൊരു ദുരിതകാലത്തിന് ശേഷം പ്രതീക്ഷയുടെ സന്തോഷത്തിന്റെ ഒരു പുത്തൻ പുതിയ കാലം വരവേൽക്കാനൊരുങ്ങുകയാണ് അവന്തിക. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനോടൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.